ഫ്രണ്ട്സ്, സ്റ്റോറിനായിട്ട് പോവാം. പ്രിയ ഇന്ത്യക്ക് പോയി. അങ്ങനെ PTS കുറച്ച് നേരം കഴിഞ്ഞ് PTS മെമ്പർ വന്നു. മുത്തശ്ശ, പ്രിയനെ എവിടെയാണ്? അവൾക്ക് മാരേജാണ്, അങ്ങനെ കൊണ്ട് ഇന്ത്യക്ക് പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി. മുത്തശ്ശ, ഞങ്ങൾക്ക് ടിക്കറ്റ് വേണം. മുത്തശ്ശ ഇപ്പോൾ മുണ്ടാതിരി, നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അങ്ങ് പോവാം. ജോലി ഉണ്ടോ? ജോലി ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ലീവ്, എല്ലാവർക്കും ലീവ് എന്ന് PTS മെമ്പർ പറഞ്ഞു. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അങ്ങ് പോകാൻ. അങ്ങനെ അവർ ഇന്ത്യക്ക് പോകും. ഫ്ലൈറ്റിൽ കയറി പ്രൈവറ്റ് ജെറ്റ്. അങ്ങനെ അങ്ങനെയായിട്ട് ഇന്ത്യക്ക് ഫ്ലൈറ്റിൽ പോയായിരുന്നു. അങ്ങനെ രണ്ട് ഫ്ലൈറ്റ് അങ്ങനെ ഓരോന്ന് പ്രിയ അങ്ങനെ ഇന്ത്യക്ക് എത്തി. അങ്ങനെ PTS മെമ്പറും ഇന്ത്യക്ക് എത്തി. അങ്ങനെ PTS മെമ്പർ ഇറങ്ങിയ ശേഷം സാർ അങ്ങനെ മുത്തശ്ശൻ കോൾ ചെയ്ത് പറഞ്ഞു ഹീറോയിൻ ഡാഡി വന്നു. രണ്ടുപേരെ പിക്കപ്പ് അയച്ചിരുന്നു. ഹീറോയിൻ വന്നിരുന്നു ഡയറക്റ്റ് വീട്ടിലേക്ക്. അങ്ങനെ PTS മെമ്പർ വന്നായിരുന്നു. അങ്ങനെ PTS മെമ്പർ ഇറങ്ങി. ഹീറോയി ഓൾറെഡി മുമ്പ് പോയിരുന്നു. അതിനെ കൊണ്ട് PTS മെമ്പർ കൊണ്ട് പോയി വിളിച്ചോണ്ട് വന്നു വീട്ടിലേക്ക്. അങ്ങനെ പ്രിയക്ക് മാരേജ് എന്ന് പറഞ്ഞു. PTS മെമ്പർ ടെൻഷനായിരുന്നു. മുത്തശ്ശൻ കേട്ടു. PTS മെമ്പർ എന്തോ ഒന്ന് നടക്കുന്നുണ്ട് നോക്കായിരുന്നു. മുത്തശ്ശൻ ഉണ്ടാതെ കണ്ടുകാതെ ഇരുന്നു. അങ്ങനെ രാവിലെ മാരേജാണ്. അങ്ങനെ മാരേജ് നല്ല ടെൻഷനായിരുന്നു. PTS മെമ്പർക്ക് ടെൻഷനായിരുന്നു. മാരേജ് എങ്ങനെ ഈ മാരേജ് മുടക്കണം? അങ്ങനെ PTS മെമ്പർ ടെൻഷനിലായിരുന്നു. അതെ, PTS മെമ്പർ ടെൻഷൻ കാണില്ലായിരുന്നു. മാരേജ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? പിന്നെ കുറച്ച് ഗേൾസ് വന്ന് പറഞ്ഞു, സാർ നിങ്ങൾ കയ്യിലെ കാട്ടിക്കോ. അങ്ങനെ PTS മെമ്പറിൽ കയ്യിൽ കുറച്ച് ഡിസൈനുകൾ ചേർന്നു. അവർക്ക് അതൊന്നും ഇല്ലായിരുന്നു. സാർ നിങ്ങൾ എല്ലാവരും കൂടി അവർ പറഞ്ഞു, ഇതൊന്നുമില്ല സാർ, ഇത് കുറച്ച് പാർട്ടിയാണ് സാർ, ഇത് കളർ തേക്കാണ്. എല്ലാവരും കയ്യിൽ കളർ തേക്കായിരുന്നു. അതൊന്നും കണ്ടുകാതെ എവിടെയാണ്, ആരാ കല്യാൺ ചെക്കനെന്ന് ഒരു ടെൻഷനായിരുന്നു ഹീറോയ്ക്കും. അങ്ങനെ രാവിലെ എല്ലാവരും ഉറങ്ങിയായിരുന്നു. അങ്ങനെ രാവിലെ വിളിച്ചു. എന്നാ മുത്തശ്ശ പറഞ്ഞു, പോടാ കുടിച്ചിട്ട് എല്ലാവരും റെഡി ആയിട്ട് വാ, ഈ ഷർട്ട് ഇട്ടോളൂ. മുത്തശ്ശ, ഇതെന്തിനാ? ട്രഡീഷണൽ ഡ്രസ്സ് മാറിയാതെ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടോ അവർ വന്നു. മിണ്ടാതെ, അയ്യോ ഇത് ആരെ കല്യാൺ ചെക്കൻ ഒന്നും അറിയില്ലായിരുന്നു. ഇവർ ടെൻഷനായിരുന്നു. അങ്ങനെ മാരേജിനപ്പോൾ നമ്മൾ കണ്ടുവന്നു അതെ കല്യാണമാണ്. അങ്ങനെ എല്ലാവരും വന്ന് അവിടെ അഗ്നിയിലിരുത്തി. ഗുരുജി പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞു, ഇയാൾ എന്ത് പറഞ്ഞു? അതുപോലെ ചെല്ലും. ഇവൻ ആരാ കല്യാൺ ചിക്കൻ? അവർ ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു. ആരാന്ന് എനിക്ക് നോക്കിയേ പറ്റൂ. ഇതെന്താ? മുത്തശ്ശൻ പറഞ്ഞു, ഒന്നില്ലടാ ചുമ്മാ ഇതിൽ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് കല്യാണം. അങ്ങനെ പെണ്ണിനെ കൊണ്ടുവന്നു. ഹീറോയിന് കല്യാണം ഡ്രസ്സ് ഇട്ട് കൊണ്ടുവന്നു. അങ്ങനെ അടുത്ത് വന്ന് ഇരുത്തി. ഇതാണ് ഏഴൊക്കെ ഷോക്ക്. എന്തിനാ ഇവളെ ഞങ്ങൾ അടുത്തിരിക്കുക? മുത്തശ്ശൻ വന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു. ഇവരെന്താ ചെയ്യുന്ന ഒന്നും അറിയില്ലായിരുന്നു. ഹാറമ്മക്ക് മനസ്സിലായി. ഹാറം ഉണ്ടാതിരുന്നു. മുത്തശ്ശനെ നോക്കത്. മുത്തശ്ശൻ കണ്ണിങ്ങനെ ആക്കി. ശരിയൊക്കെ ഒന്നും ഉണ്ടാതിരുന്നു ഹാറം. അങ്ങനെ ജിന്നി കുറച്ച് ഡൗട്ട് വന്നു. മുത്തശ്ശനെ ജിന്നി ശ്രദ്ധിച്ചു. ആറം ജിന്നിയോട് കാതിൽ പറഞ്ഞു, ശരി ഓക്കെ. ശുഭക്ക് കേട്ടത്. ശുഭക്ക് ഷോക്കായി. എന്താടാ നടക്കുന്നത്? അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയായിട്ട് താലി ഇങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ജിന്നിനോടും മുത്തശ്ശൻ ജിന്നെ ആദ്യം ഫസ്റ്റ് കേട്ടു. ഇനി അങ്ങനെ അവിടുന്ന് നെക്സ്റ്റ് അങ്ങനെ മാറ്റി നെക്സ്റ്റ് ഷുഗർ കെട്ടി. നെക്സ്റ്റ് ആറം പോയി അത് കെട്ടി. അത് ജേഹൂബിക്ക് ഡൗട്ട് വന്നു. ജേഹൂബിനോട് അതിൽ പോയി കെട്ടടാ അങ്ങനെ പറഞ്ഞു. എനിക്ക് മാരേജ് തന്നു. ജിമ്മിന് കൺഫ്യൂസായും കെട്ടി. അതെ, ജിമ്മിനായ വിയും കെട്ടി. ജംഗുക്കും ഇങ്ങനെ എല്ലാവരും മാരേജ് കഴിച്ചു. ഒരു മാരേജ് ചടങ്ങ് മൊത്തം കഴിഞ്ഞു. പിന്നെ നന്നായിട്ട് മാരേജും നടന്നു. അങ്ങനെ ബാക്കി മെമ്പേഴ്സൊക്കെ ഒന്നും മനസ്സിലായില്ല. എന്താടാ ഇവിടെ നടക്കുന്നത്? മാരേജായി. അവിടെ സർട്ടിഫിക്കറ്റ് കേട്ട അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് മാരേജായി അല്ലോ അത്. അങ്ങനെയായിരുന്നു ശരിക്കും മാരേജുമായി. അങ്ങനെ വീട്ടിൽ സമ്പർക്കം മുത്തശ്ശനെ പോയി പിടിച്ചു. 7 പേര് പിടിച്ച് മുത്തശ്ശയോട് ചോദിച്ചു, മുത്തശ്ശ ഇവരെന്തിനാ മുത്തശ്ശ ഞങ്ങൾക്ക് ഇവളെ കൂടെ മാരേജ്? ഓൾറെഡി നിങ്ങളെക്കുറിച്ച് എനിക്കറിയാം. PTS മെമ്പറോട് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ പറയാം. അങ്ങനെ രാത്രി പാല് കൊണ്ടുവന്ന് കൊടുത്തു. PTS എല്ലാവരും അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാവരും പറഞ്ഞു. ആറും പറഞ്ഞു കിടന്നു പറഞ്ഞു, നമുക്ക് രാവിലെ കാണാം. ഹീറോയ്ക്ക് ഷോക്ക്. ഒന്നും ഇല്ലേ? പാവമായി. അങ്ങനെ ഹീറോയി കിടന്നു പറയും. 7 പേർ കിടന്നു പറയും. അങ്ങനെ രാവിലെ അത് കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ PTS മെമ്പർ മുത്തശ്ശൻ്റെ അടുത്ത് പോയി കേട്ടു.
ഹീറോയിൻ ഡാഡി അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, ഹീറോയും ഉണ്ടായിരുന്നു. മുത്തശ്ശ മുത്തശ്ശ സത്യം പറയും മുത്തശ്ശ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എനിക്കറിയണം. മുത്തശ്ശ ഫ്ലാഷ് ബാക്ക് പറയാ, ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ മാരേജ് ചെയ്യുന്ന പ്ലാനിലുണ്ടായിരുന്നു. മുത്തശ്ശ അതെന്താ മുത്തശ്ശ നിങ്ങൾ എൻ്റെ കൂടെ പറയാതെ? അതൊന്നുമില്ല, പ്ലാൻ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ മാരേജ് ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മുത്തശ്ശ ഫ്ലാഷ് ബാക്ക് പറയാ എന്ത് സംഭവിച്ചതെന്ന് ഇപ്പം നമുക്ക് നോക്കാം. ഹീറോയിൻ്റെ അച്ഛൻ്റെ പേര് രാജേഷ്. നിൻ്റെ മകളെ എൻ്റെ പേരക്കുട്ടിക്ക് കല്യാണം കഴിപ്പിക്കണം. അത് കേട്ട് ഷോക്കായി. സാർ അതെങ്ങനെ സാർ സെറ്റാവും? ഹീറോയിനോട് ചോദിച്ചു. പ്ലീസ് എൻ്റെ പേരക്കുട്ടീനെ കല്യാണം നിൽക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലേ അങ്ങനെ പറഞ്ഞു. ഹീറോയിൻ്റെ അച്ഛനും ഒന്ന് ആലോചിച്ചൊക്കെയായിരുന്നു. നല്ല സാറാണ്, ഓക്കെയാണ് ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു. ഹീറോയും ഓക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറേ ഇപ്പോൾ ജോലി ചെയ്യുന്ന കുറച്ച് ഡേയ്സായി അവർക്ക് എൻഗേജ്മെൻറ്റ് ഓൾറെഡി ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ട് PTS മെമ്പർ ഐഡൽസ് ഇവർ ഒറ്റൊരു ഇഷ്ടമാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛൻ ഇങ്ങനെ കുറേ ജോലി നോക്കുമ്പോൾ PTS മെമ്പർ കമ്പനി കണ്ടതെന്ന് കൊണ്ടാണ് ഹീറോയിനെ കൊറിയൊക്കെ അയച്ചത്. ഇതാണ് കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി. എന്ത് ഓൾറെഡി ഇവൾക്ക് അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ മാരേജ് കഴിപ്പിച്ചത്. അതുമാത്രമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവളെ മാരേജ് കഴിച്ച. മുത്തശ്ശ അവർ പറഞ്ഞത് കമ്പനിയിൽ ഞങ്ങൾ കോൺട്രാക്ട് ചെയ്തില്ല, അത് കോൺട്രാക്ട് ഞങ്ങളല്ല മണി കൊടുക്കും, ഞാനല്ല മണി കൊടുക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് മാരേജ്. അത് കേട്ട് ഷോക്കായി. ഓൾറെഡി പറഞ്ഞായിരുന്നു. അതെ നിനക്ക് ഓൾറെഡി മാരേജ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഒരേ സൈസ് മാരേജ് ഉണ്ട്, അത് അവിടെ നടക്കാൻ പോകുന്നത് PTS മെമ്പറോട് പറഞ്ഞു. ഇത് ഷോക്കായി. മുത്തശ്ശ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് ജോലിയുണ്ട്? ഓൾറെഡി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ. മുത്തശ്ശ അത്ര വേഗം ടിക്കറ്റ് കിട്ടി പോയി. മുത്തശ്ശ അത് ഓൾറെഡി ഞാൻ ഫ്ലൈറ്റ് റൺ ചെയ്യാൻ പറയുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറ്റിയെത്തി. ഇത് കേട്ട് PTS മെമ്പർ വായി ഒന്ന് മുത്തശ്ശ ഷോക്കായി നോക്കാം. അതെ നിങ്ങൾക്ക് ഇവളെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഓൾറെഡി അറിയും. അതുമാത്രമല്ല ഇവളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്താൽ ഇവളെ ഇവിടേക്ക് വരുത്തിയത്. മുത്തശ്ശ അത് ആരടാ നിങ്ങൾക്ക് ഇവളോട് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറി ആയി ചെയ്തത്. മുത്തശ്ശ അത് ശരി. അങ്ങനെ PTS മെമ്പർ ഷോക്ക്.